ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷ് മോളിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. നെയ്മീൻ വെച്ചാണ് നമ്മൾ ഫിഷ് മോളി ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഫിഷ് മോളി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടിയും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ നെയ്മീൻ ഫിഷ് മോളി തയ്യാറാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പാലപ്പം റെഡിയാക്കുന്നൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ അത് കാണാം. അപ്പം നമ്മളിവിടെ ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നെയ്മീൻ നല്ലതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ നെയ്മീൻ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഗ്രേവിയിലൊക്കെ ഉപ്പ് ചേർക്കുന്നതാണ്. കൂടെ നമുക്ക് 1/2 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് ആ മുളകൊക്കെ നല്ലത് മസാലയൊക്കെ എല്ലാം അടുത്താവുന്ന രീതിയിലൊന്ന് ആക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മീൻ എടുത്ത് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ക്രിസ്പി ആയിരിക്കുന്ന രീതിയിൽ വറുക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മോൾവശം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിന് കോരി മാറ്റാം. അപ്പോൾ അത് നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരു 6 പച്ചമുളക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ചുവന്ന മുളക് കൂടി ചേർക്കുന്നില്ല ഇതിൽ. കൂടെ നമുക്ക് ഒരു 2 സവാള, വലിയ സവാളയാണ്, അത് നേരിയതാക്കി നീളനെ അരിഞ്ഞത് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്ര മസാല മാത്രമേ ഇതിന് വേണ്ടൂ. നമ്മൾ ചുമന്ന മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇത് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വലിയൊരു തേങ്ങ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തലപ്പാൽ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. 2ാം പാലായിട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടിച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനിയും ഒരു 2 തക്കാളി ഞാൻ നീളനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തതാണ്. അപ്പം ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു 1.25 സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം.
ഗ്രേവിയുടെ അളവനുസരിച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വിനീഗർ വേണ്ട, തക്കാളിയുടെ ആ നേരിയ പുളി മാത്രം മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഗ്രേവിയൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീനിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം ആ മീനിലേക്കൊക്കെ ആ ഗ്രേവി ഒന്ന് കയറിയ മീൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഞാനിവിടെ ഒരു കപ്പ് തലപ്പാലാണ് മാറ്റി വെച്ചിരിക്കുന്നത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷ് മോളി വയ്ക്കുമ്പോൾ നമ്മൾ ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ചേർക്കാതിരിക്കുക. ആവുന്നതും തേങ്ങാപ്പാൽ ഒഴിച്ച് ഗ്രേവി കൂട്ടുക, എന്നാൽ ആ ഗ്രേവി നല്ല കുറുകിയിരിക്കുള്ളൂ. ആ കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ടത്. ഇനി ചിലവർ ഈ സമയത്താണ് കോൺഫ്ലോർ കലക്കി ഒഴിക്കുക. നമ്മളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇറക്കാറാവണതിന് തൊട്ട് മുന്നേ കോൺഫ്ലോർ കലക്കി ഒഴിക്കുക. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വഴുവഴുപ്പ് പോലെ ഗ്രേവി ആയിരിക്കും. ആ സമയത്ത് നമ്മൾ സവാളയുടെ കൂടെ വന്നിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവി നല്ല ഇതിൽ വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് താളിച്ചൊന്ന് ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നേരിയതാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബദാം അല്ലെങ്കിൽ കാഷ്യൂസ്, ഇതിലേതെങ്കിലും ഒന്ന് മതി. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ആ താളിപ്പ് നമുക്ക് നമ്മുടെ ഫിഷ് മോളി റെഡി ആയിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഫിഷ് മോളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാനിത് പാലപ്പം മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ പാലപ്പം നല്ല സോഫ്റ്റും അതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പാലപ്പം കിട്ടും. അതേ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പവും അതുപോലെ ഫിഷ് മോളിയും കൂടി കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയാണ്. ഫിഷ് മോളിയും പാലപ്പവും കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അത് കഴിക്കുന്ന സമയത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പം നല്ല ക്രിസ്പി ആയിരിക്കുക. സൈഡൊക്കെ ഇത്തിരി മൊരിഞ്ഞ് ഉള്ള വെള്ളയപ്പം കൂട്ടി അപ്പം കൂട്ടി ഫിഷ് മോളി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഫിഷ് മോളി തയ്യാറാക്കുന്ന ദിവസം ഏറ്റവും ലാസ്റ്റേ ഞാൻ വെള്ളയപ്പം തയ്യാറാക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ പാലപ്പവും തയ്യാറായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.